അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിനെ വിഴുങ്ങുന്ന കാട്ടുതീയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതീവ ഗുരുതരമായ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. ഹോളിവുഡ് സിനിമാ ലോകത്തിന്റെ ആസ്ഥാനവും താരങ്ങളുടെ വീടുകളും ഉൾപ്പെടെയുള്ള ഹോളിവുഡ് ഹിൽസിൽ പടർന്നു പിടിച്ച തീ ആശങ്കയായി തുടരുകയാണ്. ചൊവ്വാഴ്ചയാണ് തീ പടർന്നു തുടങ്ങിയത് എന്നാണ് പ്രാഥമികമായി ലഭിച്ച വിവരങ്ങൾ. ഇന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രതിസന്ധി കൂട്ടുന്നത്. 10 പേരുടെ മരണമാണ് നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. വീടുകളും സ്ഥാപനങ്ങളും അടക്കം 5000-ലേറെ കെട്ടിടങ്ങൾക്കാണ് നാശനഷ്ടമുണ്ടായത്. $50 ബില്യൺ നാശനഷ്ടം ഇതുവരെ കണക്കാക്കിയിട്ടുണ്ട്. 1.5 ദശലക്ഷത്തിലധികം പേർ വൈദ്യുതിയില്ലാതെ നിലവിൽ ഇരുട്ടിലാണ്. 29,000 ഏക്കർ സ്ഥലത്താണ് തീ നിലവിൽ പടർന്നത്. 2.5 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുമുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ സംഭവിക്കുന്നത്. ഹോളിവുഡ് ഹിൽസ്, അതായത് ലോകത്തെ ഏറ്റവും വിലയേറിയ വീടുകളുള്ള പ്രദേശമാണിത്. 288 കോടി വില വരുന്ന ഒരു വീട് കത്തി നശിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പ്രമുഖ ഹോളിവുഡ് താരങ്ങളുടെ വീടുകളും അവധിക്കാല വസതികളുമൊക്കെ ഇവിടെയാണ് എന്നതും അതീവ പ്രധാനമാണ്. അത് ഈ തീപിടുത്തത്തിന്റെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. ഇത്തരത്തിൽ വീടുകൾ പലതും നിലവിൽ കത്തിച്ചാമ്പലായിട്ടുണ്ട്. സാന്റാ മോണിക്ക മലിബു കുന്നുകൾ. സാന്റാ മോണിക്ക മലിബു പ്രദേശങ്ങൾക്കിടയിലുള്ള കുന്നുകളിലാണ് നിലവിൽ തീപിടുത്തം ഉണ്ടായത്. ഇവിടെയാണ് ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഈ പ്രദേശത്ത് വീഴുന്ന അതിശക്തമായ കാറ്റാണ്. മാസങ്ങളായി ഇവിടെ മഴ ലഭിക്കാത്തതും ഉണങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശം എന്നതും ഈ പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിൽ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇവിടെ അവസാനമായി മഴ പെയ്തത്. സാന്റാ ആന, ഈ പേര് ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ രൂപത്തിൽ രൂപപ്പെട്ട ഒരു കാട്ടുതീയായിരുന്നു ഇത്. ഈ വ്യാപകമായ നാശത്തിന് കാരണമായത് സാന്റാ ആന എന്ന് പേരിട്ടിരിക്കുന്ന കൊടുങ്കാറ്റാണ്. 112 കിലോമീറ്റർ വേഗതയിലാണ് നിലവിൽ ഈ കാറ്റ് വീശുന്നത്. ഈ കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ അതീവ വേഗതയിൽ തീ പടരാനും കാരണമാകുന്നുണ്ട്. ഡോൾബി തിയേറ്റർ, അതായത് ഓസ്കർ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്ന ഈ തിയേറ്ററിനും ഇപ്പോൾ ഭീഷണിയുണ്ട്. അതായത് ആ പ്രദേശത്താണ് കാട്ടുതീ പടരുന്നത്. കാട്ടുതീയെ തുടർന്ന് ഈ മാസം 17 നടക്കേണ്ട ഓസ്കർ നോമിനേഷൻ അടക്കം 19ലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി, നാസയുടെ റോബോട്ടിക് ദൗത്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ലബോറട്ടറിയാണിത്. ഇതും ഈ കാട്ടുതീയുടെ ഭീതിയിലാണ്. ഈ പ്രദേശത്താണ് നിലവിൽ ഈ സ്ഥാപനവും ഉള്ളത്. നിലവിൽ ഈ സ്ഥാപനം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. അവിടെയുള്ള നിരവധി ജീവനക്കാരെയൊക്കെ തന്നെ ഒഴിപ്പിച്ചു മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇവിടെ സുരക്ഷാ ജീവനക്കാർ മാത്രമാണുള്ളത്. നാശനഷ്ടങ്ങളുടെ കണക്കിലേക്കാണ് പോകുന്നത്. നിലവിൽ ഇത്രയും ദിവസം, അതായത് 3 ദിവസത്തിനുള്ളിൽ തന്നെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ആ കണക്കുകൾ പരിശോധിക്കാം. 10 മരണം, അതായത് ഔദ്യോഗിക കണക്ക് മാത്രമാണിത്. നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് 10 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നതാണ്. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. അത്രയും വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. രക്ഷാപ്രവർത്തകർക്ക് പല സ്ഥലങ്ങളിലേക്കും എത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര പേർ മരിച്ചു എന്ന കണക്കുകൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. നിരവധി പേർ ഈ കത്തിയമർന്ന കെട്ടിടങ്ങൾക്കും മറ്റ് അവശിഷ്ടങ്ങൾക്കുമൊക്കെ ഇടയിൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. 5000 കെട്ടിടങ്ങൾ, നിരവധി താമസ സ്ഥലങ്ങൾ, മറ്റു കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ, അങ്ങനെ വീടുകൾ അടക്കമുള്ള 5000-ലധികം കെട്ടിടങ്ങൾ. ഇതൊക്കെ തന്നെ ഔദ്യോഗികമായി വരുന്ന, അതായത് നിലവിൽ വരുന്ന കണക്കുകളാണ്. ഒരുപക്ഷെ ഇതൊക്കെ മാറാനുള്ള സാധ്യതയുമുണ്ട്. 30,000 ഏക്കർ പ്രദേശത്ത്, അതായത് ഈ നിലവിൽ ഈ തീ പടർന്നു പിടിച്ചിരിക്കുന്നത് 30,000-ൽ-അധികം പ്രദേശത്ത്, അത്രത്തോളം ഏക്കർ പ്രദേശത്ത് നിലവിൽ ഈ തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. വലിയ നാശനഷ്ടം. 2 ലക്ഷം പേരെയാണ് 3 ദിവസത്തിനുള്ളിൽ ഈ പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. നിരവധി ഹോളിവുഡ് താരങ്ങൾ അടക്കമുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. $50 ബില്യൺ നഷ്ടം, അതായത് $50 ബില്യൺ എന്ന് പറയുമ്പോൾ ഇവിടെ അത്രയധികം കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. കാരണം ഈ നഷ്ടത്തിന്റെ കണക്കുകളൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുക എന്നത് അതീവ ഗൗരവതരമാണ്. കാരണം ഈ എത്ര പേർ മരിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ ഇനി തീ പടർന്നിട്ടുണ്ട്, തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ നിലവിൽ പ്രാഥമികമായി വരുന്നത് $50 ബില്യൺ അടുത്തുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അമേരിക്ക കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തം.
അതായത് അത്തരത്തിൽ ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന തീപിടുത്തം എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എങ്ങനെ തീപിടുത്തം ഉണ്ടായി, എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും അമേരിക്ക പോലെയുള്ള ഇത്രയോ അധികം ടെക്നോളജികളുള്ള ഒരു രാജ്യത്തിന് ഈ തീപിടുത്തം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നതിലേക്കൊക്കെ വരേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈലാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. സുഹൈൽ, അതീവ ഗുരുതരമായ ഒരു തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പോൾ ഇതാ ഇത്രയധികം കോടികളുടെ നഷ്ടമുണ്ടാക്കിയ വലിയ തീപിടുത്തം ആയി അത് തുടരുകയാണ്. ഏറ്റവും ഗുരുതരമായ കാര്യം, ഇത്രയധികം ദിവസമായിട്ടും അതിനെ കെടുത്താൻ സാധിക്കുന്നില്ല, നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. എന്താണ് അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യം? സ്നേഹ, ഏറ്റവും വലിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യം എന്ന് മേനി നടക്കുന്ന അമേരിക്ക. ആ അമേരിക്കയുടെ തന്നെ ഏറ്റവും ഉന്നതരായ ആളുകൾ ജീവിക്കുന്ന ഹോളിവുഡ് ഹിൽസ് സ്ഥിതി ചെയ്യുന്ന ലോസ് ആഞ്ചലസിലെ പ്രധാനപ്പെട്ട ഇടം, അവിടെ കത്തിയമരാൻ തുടങ്ങിയിട്ട് 4 ദിനരാത്രങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ആ തീ അണക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പുതിയ ഇടങ്ങളിൽ പുതിയ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്തിരിക്കുന്നു. വളരെ സമ്പന്നരായി ജീവിക്കുന്ന ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറേണ്ട സ്ഥിതിയിലേക്ക് ലോസ് ആഞ്ചലസ് മാറിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, 15 ലക്ഷം വീടുകളിൽ 15 ലക്ഷത്തോളം ആളുകൾക്ക് വൈദ്യുതിയോ അല്ലെങ്കിൽ അതേപോലെയുള്ള സംവിധാനങ്ങളോ ഇല്ലാതെ പ്രാകൃതമായ രീതിയിലേക്ക് അവർ പോകേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിക്ക് മുമ്പിൽ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു രാജ്യം എങ്ങനെയാണ് പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായി ലോസ് ആഞ്ചലസ് മാറുകയാണ്. പ്രധാനപ്പെട്ട ഹോളിവുഡിൻ്റെ കേന്ദ്രം എങ്ങനെയാണ് ഇത്രയും വലിയ നാശനഷ്ടത്തിലേക്ക് പോകുന്നത് എന്നുള്ളതിൻ്റെ ചിത്രങ്ങൾ വരികയാണ്. സ്വാഭാവികമായും ഈ തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പലതരത്തിലുള്ള തർക്കവിതർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആണ് എങ്കിലും പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോസ് ആഞ്ചലസിലെ മേയർ തന്നെ ഈ വിഷയത്തിൽ ഈ പ്രകൃതിയുമായുള്ള ദുരന്തത്തിന് നീക്കിവെക്കേണ്ട പണത്തിലെ വലിയൊരു ഭാഗം കട്ട് ചെയ്തു എന്നുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് ഗസയിലെ സാധാരണക്കാരെ കൊന്നൊടുക്കാൻ വേണ്ടി ബില്യൺ കണക്കിന് ഡോളർ ഒഴുക്കുന്ന അമേരിക്ക, മറുഭാഗത്ത് സ്വന്തം അണികളെ അല്ലെങ്കിൽ സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കേണ്ട പണം കട്ട് ചെയ്തു എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ വലിയ ചർച്ചയാകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 പ്രസ്താവനകൾ, ഇപ്പോൾ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറാൻ പോവുകയാണ്. അദ്ദേഹം ജനുവരി 20-നാണ് അധികാരത്തിലേറുന്നത്. അതിനു മുമ്പാണ് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത്. തൻ്റെ 2 പ്രസ്താവനകൾ, ട്രംപിൻ്റെ 2 പ്രസ്താവനകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. ഒന്ന്, കാനഡക്കാരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ കാനഡയെ അമേരിക്കയോട് ചേർത്തുകൊള്ളൂ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലോസ് ആഞ്ചലസിലെ ആളുകളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത അമേരിക്കയാണോ ഞങ്ങളെ കൂടി ഇങ്ങോട്ട് ചേർക്കുന്നത് എന്ന് ഇപ്പോൾ കാനഡക്കാർ ചോദിക്കുന്നു. മറ്റൊന്ന്, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് ബന്ദികളെ വിട്ടു നൽകിയിട്ടില്ല എങ്കിൽ അവിടെ മുഴുവനും ഞങ്ങൾ കത്തിച്ച് ചാമ്പലാക്കും, അല്ലെങ്കിൽ നരക തീഗോളമാക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ ലോസ് ആഞ്ചലസിലെ ഇരകളായിട്ടുള്ള ആളുകൾ പറയുന്ന ബൈറ്റുകൾ, അവരുടെ ശബ്ദങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത്, ഞങ്ങളിപ്പോൾ ലോസ് ആഞ്ചലസ് കാണുന്നത് ഒരു നരകത്തെ പോലെയാണ്. എങ്ങനെയാണ് നരകത്തെ നമ്മൾ ഫിക്ഷനുകളിൽ കണ്ടിട്ടുള്ളത്, അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ലോസ് ആഞ്ചലസ് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അണുബോംബിട്ട ഒരു പോലെ എങ്ങനെയാ ഒരു പ്രദേശത്ത്, ഒരു രാജ്യത്ത് അണുബോംബ് വീണാൽ എന്താണ് സംഭവിക്കുക, അതാണ് ഇപ്പോൾ ലോസ് ആഞ്ചലസിൽ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ 4 ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 ഇടങ്ങളിൽ ഒരു 10-20% തീ അണക്കാൻ സാധിച്ചിരിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട 2 ഇടങ്ങളിൽ ഇപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. 1% പോലും തീ അണക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറുഭാഗത്തേക്ക് അത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനി എത്രത്തോളമായിരിക്കും ഇതിൻ്റെ ഒരു അനുരണങ്ങൾ, എത്രത്തോളമായിരിക്കും, ഇത് എവിടേക്കൊക്കെ എത്തും, ഇനി ഏതൊക്കെ മേഖലകളിലേക്ക് പടർന്നു പിടിക്കും എന്നൊന്നും പ്രവചിക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ പ്രസിഡന്റ് ജോ ബൈഡൻ അടിയന്തരമായി യോഗങ്ങൾ ചേരുന്നു. വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു. ഫെഡറൽ ഫണ്ട്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൂടുതൽ ഈ മേഖലകളിലേക്ക് ഒഴുക്കുന്നു. കാലിഫോർണിയയുടെ ഗവർണർ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നു. പക്ഷേ അതൊക്കെ ആയിട്ട് പോലും ഈ പറയുന്ന 2 ലക്ഷത്തോളം ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്നു. 15 ലക്ഷത്തോളം ആളുകൾക്ക് വൈദ്യുതി ഇല്ലാതെ ജീവിക്കുന്നു. ഈ ഒരു പ്രതിസന്ധിക്ക് ഇത്ര ദിവസമായിട്ടും ഒരു പരിഹാരം കാണാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം.
US ചരിത്രത്തിലെ ഏറ്റവും വലിയ നാശനഷ്ടമാണ്. നമ്മൾ ഈ ട്വിറ്ററിലൊക്കെ തന്നെ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ തന്നെ അതിന്റെ ഒരു ഭീകരത നമുക്ക് വ്യക്തമാണ് സുഹൈൽ. ഈ അമേരിക്കൻ രാഷ്ട്രീയത്തിലും വലിയ കോളിളക്കം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു തീപിടുത്തം. അതോടൊപ്പം തന്നെ നിലവിൽ ഏറ്റവും പുതിയതായിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് സുഹൈൽ ഈ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ടോ? അതായത് നിലവിൽ 10 പേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചത്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്. കാരണം രക്ഷാപ്രവർത്തകർക്കടക്കം അങ്ങോട്ട് എത്താൻ സാധിക്കുന്നില്ല. ഒരു സ്ഥലത്ത് ഈ കാറ്റിന്റെ സാന്റാ ആന എന്ന കാറ്റിന്റെ ഒരു പ്രഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് തീ അണയ്ക്കുമ്പോൾ മറുവശത്ത് വീണ്ടും തീ ആളിപ്പടരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയൊക്കെ ഇത് വരും ദിവസങ്ങളിൽ കൂടി പ്രതിഫലിക്കാനുള്ള സാധ്യത എന്താണ്? ഈ ഇവാക്വേഷൻ കേന്ദ്രങ്ങളിൽ നിന്ന് തീ അണഞ്ഞു എന്ന് പറയപ്പെടുന്ന ചില സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോകുമ്പോൾ അവിടെ കാണുന്നത് തങ്ങൾ ജീവിച്ചിരുന്ന ഒരു പ്രദേശം തന്നെ അവിടെ കാണാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആരൊക്കെ ജീവിച്ചിരുന്നു, ഏതൊക്കെ ഇടങ്ങളിൽ ആരൊക്കെ ഇനി മരിച്ചു എന്നതൊക്കെ അറിയാനുള്ള ദിവസങ്ങൾ ഇനിയും എടുക്കും എന്നുള്ളതാണ് US അധികൃതരും മാധ്യമങ്ങളും തന്നെ പറയുന്നത്. ഇപ്പോഴത്തെ ഈ 10 എന്നുള്ള സംഖ്യ തീർച്ചയായും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്ക വന്നുപെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് കാലാവസ്ഥയുമായി കൂടി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇത്. അമേരിക്കയിൽ പലയിടങ്ങളിൽ കാട്ടുതീ ഉണ്ടാകുന്നു. അതേ സമയത്ത് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ അതിശൈത്യം ഉണ്ടാകുന്നു. അതിശൈത്യത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നു. ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ അമേരിക്കയടക്കം എടുക്കുന്ന നിലപാടുകൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട് എന്ന വിമർശനം പരിസ്ഥിതി സംഘടനകൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേറാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറി എന്നുള്ളതായിരുന്നു. അതായത് ഈ കാർബണിനെ കുറച്ചു കൊണ്ടുവരിക അടക്കമുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള പാരീസ് കാലാവസ്ഥാ ഉടമ്പടി, ആ ഉടമ്പടി നിർവഹിച്ചു പോയാൽ മാത്രമേ ഇനി ഭാവിയിൽ മനുഷ്യകുലത്തിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ചെയ്തത് ഇത്തരം നടപടികളൊന്നും തന്നെ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നയങ്ങളിലൊന്നും തന്നെ അതിന് ഫണ്ട് നൽകുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതൊന്നും തൻ്റെ അജണ്ടയിലില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അത്തരം നിലപാടുകളുടെ കൂടി ഒരു ഭാവിയാണ് ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും പരിസ്ഥിതിയെ കണക്കാക്കാതെയുള്ള വികസനങ്ങളൊക്കെ തന്നെ പല ഘട്ടത്തിലും നമ്മൾ അതൊക്കെ തന്നെ ഒരു തർക്ക വിഷയമാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാശനഷ്ടത്തിലേക്ക് ഒരു കാട്ടുതീ ആ രാജ്യത്തെ കൊണ്ടുപോകുന്നത്. ഒന്നും ചെയ്യാനാകാതെ വലിയ ടെക്നോളജികൾ, വലിയ രാജ്യം നോക്കുകുത്തിയാകുന്ന കാഴ്ചയാണ് അമേരിക്കയിലുള്ളത്. ഭീതിപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അമേരിക്കയിൽ നിന്ന് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്.